ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടും അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറുപയർ കറിയുടെ റെസിപ്പിയുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പുട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിത് പുട്ടിൻ്റെ പൊടി വെച്ചിട്ടല്ല ഈ പുട്ടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ ചെറുപയർ കറിയും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. പിന്നെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ചെറുപയർ കറിക്ക് ആവശ്യമായിട്ടുള്ള ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. 240 ml കപ്പിന് 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് കുതിർത്താൻ വെക്കണം. ഇനി കുതിർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് കുതിർത്താൻ വെക്കുന്നുണ്ട്. ഇനി വേണ്ടത് അരിയാണ്. ഞാൻ 1.5 കപ്പ് 240 ml കപ്പിന് തന്നെ 1.5 കപ്പ് അരിയാണ് എടുത്തത്. അത് പെട്ടെന്ന് തന്നെ കുതിർത്തുന്നൊന്നുമില്ല, കഴുകിയിട്ട് ഇതുപോലെ സ്ട്രെയിനറിലോട്ട് അതിൻ്റെ വെള്ളം വാലാനായിട്ട് വെച്ച് കൊടുക്കുവാണ്. അതിൻ്റെ വെള്ളം വാർന്നിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പയർ ഇതുപോലെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിക്കാൻ വെക്കാം. ഞാനിപ്പം 1 കപ്പ് പയറിന് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ 2-3 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും 1 പച്ചമുളകും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അത് വേവിക്കാൻ വെക്കുവാണ്. അപ്പോൾ വേവിക്കാനായിട്ട് ഒരു 4-5 വിസിൽ അടിച്ച് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെള്ളം വാലാനായിട്ട് വെച്ചിരുന്ന അരിയുടെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു തുണിയിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇത് നൈസായിട്ട് തുണിയിലോട്ട്, ഇതല്ല എങ്കിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ ഇട്ടാലും മതി. ഇപ്പോൾ ഞാനൊരു ക്ലോത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ തന്നെ ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു അപ്പച്ചമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കണം. ഒരു 15-20 മിനിറ്റ് വേണം ഇതിനെ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട്. ഇതിനു മുമ്പ് ഞാനൊരു പുട്ടിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി പേര് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റീം ചെയ്യാൻ വെച്ച് തുറന്ന് നോക്കാം. അതുകൊണ്ട് ഇപ്പോൾ നല്ലപോലെ സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റാം. അപ്പോൾ അടുപ്പത്തൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ്. നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വെക്കണം. അപ്പോൾ നമുക്ക് തണുക്കാൻ വെക്കാം. ഈ സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പയറൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ പയറൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ചെറിയ സവോള കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് നടുവേ പുളന്നത്, ഇതൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ജീരകം ഇടുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണ്ടവർ ഇട്ടുക. ഒരു 1/4 ടീസ്പൂണാണ് ജീരകം ചേർത്തത്. അപ്പോൾ അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ സവോളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് അത് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കുറേശ്ശെ ഒന്ന് വാടിയാൽ മതി. ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 2-3 ഡ്രൈ റെഡ് ചില്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടിയൊക്കെ ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ പച്ചമുളകിൻ്റെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കുക. കുറച്ചും കൂടി എരിവൊക്കെ വേണമെങ്കിൽ അതുപോലെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ സവോള വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്തത്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ വാഴുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു തക്കാളി കൂടി ചേർക്കണം. ഇതുപോലെ മീഡിയം സൈസിലൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് തക്കാളി അരിഞ്ഞു വേണേലും ഇടാം. അപ്പം ഞാനിവിടെ അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ തക്കാളി നല്ലപോലെ വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ചിലർക്ക് പുട്ടിൻ്റെ കൂടെ ചെറുപയറിനേക്കാളും കൂടുതൽ ഇഷ്ടം നമ്മുടെ കടലക്കറി ആയിരിക്കും. അപ്പോൾ ഇതിനു മുമ്പ് ഞാനിട്ടൊരു പുട്ടിൻ്റെ റെസിപ്പി ഒത്തിരി പേര് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കടലക്കറിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വരുമ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ കടലക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇപ്പോൾ മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ പയറിട്ട് കൊടുക്കാം. കുറച്ചും കൂടി പയർ വെന്തുടയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്ന് അതിനകത്തൊന്ന് ഉടച്ചാൽ മതി.
കാരണം അന്നേരമായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത്. ഒന്ന് ഉടച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കറിയുടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വേണേൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തായിരുന്നു. കാരണം ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാൻ തിളപ്പിക്കാൻ വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനും കൂടി തിളച്ച് വരാനായിട്ട് 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ നമ്മുടെ കറി കണ്ടോ നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്ക് വാങ്ങാം. ഇപ്പം അരി ഒരുമാതിരി തണുത്ത് വന്നിട്ടുണ്ട്. കാരണം ഒത്തിരി ചൂടോടുകൂടി അടിച്ചു കഴിഞ്ഞാൽ മിക്സിയൊക്കെ ചീത്തയായി പോകും. ഇപ്പം നമുക്കൊരു ലേശം ചൂടുണ്ട്, ആ സമയത്ത് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ ഒന്നിച്ച് തന്നെയാണ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയല്ല, ചെറിയ മിക്സിക്കകത്ത് പല പ്രാവശ്യം വേണമെങ്കിലും അടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. കാരണം പെട്ടെന്ന് ഇത് ചൂടാവാനുള്ള സാധ്യതയുണ്ട് മിക്സി. അതുകൊണ്ട് കുറേശ്ശെയാണ് അടിച്ചെടുത്താലും കുഴപ്പമില്ല. ഇപ്പം ഞാനൊരു ചെറിയ തരിയോടുകൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും പിന്നെ ഞാൻ 1 ടീസ്പൂൺ തേങ്ങയും കൂടി ഇട്ട് ഇതിനെ ഒന്ന് പൊടി നനച്ചെടുക്കുവാണ്. ആക്ച്വലി ഇതുമേലെ ഓൾമോസ്റ്റ് നനഞ്ഞായിരിക്കുന്നെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം തളിച്ചു കൊടുത്തൊന്ന് നനയ്ക്കുവാണ്. കാരണം ഇരുന്ന് കഴിഞ്ഞ് പിന്നെയും കുറച്ച് ഡ്രൈ ആവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് കുറേശ്ശെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നനച്ച് വെക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ പൊടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റീം ചെയ്ത് എടുത്തേക്കണത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു നമുക്ക് ആ ഫീൽ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കേട്ടോ. നല്ലൊരു മണമാണ് പുട്ടിൻ്റെ പൊടിക്ക്. അപ്പം അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഞാനിപ്പോൾ കുറേശ്ശെ ഓരോ സ്പൂൺ വെള്ളമാണെങ്കിൽ തളിച്ചു കൊടുത്ത് നനയ്ക്കുന്നത്. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഒരുമാതിരി നനഞ്ഞ് തന്നെയാണ് ഇരുന്ന് വെച്ചത്. ഇപ്പോൾ നമ്മുടെ പുട്ട് ആവശ്യത്തിന് നനഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി എല്ലാം കൂടി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഒത്തിരി നേരം ഒന്ന് സെറ്റാകാൻ വെക്കേണ്ട, ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. താഴെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പൊടി ഇട്ട് അങ്ങനെ 2-3 ലെയർ നമുക്ക് ആവശ്യമുള്ള പോലെ നമുക്കത് ലെയറുള്ള പുട്ടാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ഇതിൻ്റെ ഉണ്ടാക്കുന്നത്. കുറച്ച് വലിയ കുറ്റിയാണ് എൻ്റെത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് ഇതിനകത്ത് ഇടുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ പൊടിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ഫീലിംഗ് കിട്ടും. പിന്നെ നമുക്ക് നല്ലൊരു നമ്മൾ സ്വന്തമായിട്ട് പുട്ട് പൊടിക്കുന്നതിൻ്റെ ആ ഒരു നമുക്ക് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അതിനകത്തൊട്ട് മായമൊന്നും ഇല്ലാത്ത നല്ലൊരു പുട്ടിൻ്റെ പൊടിയാണല്ലോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പം. അതൊരു നല്ല കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം. അപ്പോൾ കണ്ടോ സ്റ്റീമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഒത്തിരി നേരം എടുക്കത്തില്ല, നമുക്കൊരു സ്റ്റീം വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം വെച്ചുള്ളൂ. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറി ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പുട്ടൊരു കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് പുട്ടൊന്ന് പ്ലേറ്റിലോട്ട് കുത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ്. അതുപോലെ നല്ല മണവും നല്ല രുചിയും നമുക്ക് ആ മണത്തിൽ തന്നെ ഫീൽ ചെയ്യും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടും അതുപോലെ തന്നെ ചെറുപയർ കറിയും റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ലഞ്ചിനോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നൊരു കോമ്പിനേഷനാണ്. അതുകൊണ്ടോ പുട്ട് എന്ന് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.